Relevance of evil motive. The general rule is that evil motive is irrelevant in the law of tort. അതായത് ഒരാളിന് ദുർദ്ദേശം ഉണ്ടായാലും അത് ടോട്ട് ലോയിൽ പ്രാധാന്യമല്ല, അതായത് ഇമ്പോർട്ടൻ്റ് അല്ല. ടോർട്ടിസ് ലയബിലിറ്റി അറൈസസ് വെൻ എ ഡിഫൻഡൻറ്റ് ഹാസ് കമ്മിറ്റഡ് എ ബ്രീച്ച് ഓഫ് ഹിസ് ഡ്യൂട്ടി. അതായത് ഒരു പേഴ്സൺ, അപ്പോൾ ആ പേഴ്സൻ്റെ ഡ്യൂട്ടി പാലിക്കാതിരുന്നെങ്കിൽ മാത്രമാണ് അയാൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകുന്നത്. അടുത്തത്, സോ long as there is no breach of duty, there is no liability in law of tort. അപ്പോൾ ഡ്യൂട്ടി ലംഘിച്ചില്ലെങ്കിൽ നമ്മൾ ടോട്ട് ലോയിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്തമൊന്നും ഉണ്ടാകത്തില്ല. Even if the plaintiff suffered loss or damage from the malicious act of the defendant, the plaintiff cannot recover compensation from the defendant unless the plaintiff shows that legal right has been violated. അതായത് പ്രതിഭാഗം ദുർദ്ദേശത്തോടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വാദിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നഷ്ടപരിഹാരം കിട്ടാൻ അവൻ്റെ അവകാശം ലംഘിക്കപ്പെട്ടെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ദസ് ബാഡ് മോട്ടീവ് ഓർ മലീഷ്യസ് ഇസ് ആസ് എ ജനറൽ റൂൾ ഇറലവൻറ്റ് ഇൻ ദ ലോ ഓഫ് ടോട്ട്. അപ്പം അതുകൊണ്ട് ടോട്ട് ലോയിൽ ദുർദ്ദേശം സാധാരണമായി പരിഗണിക്കാറില്ല. അതിൻ്റെ ഒരു ഫേമസ് കേസുണ്ട് ഇനി. This is well illustrated by the decision of the House of Lords in Mayor of Bradford Corporation vs. Pickles 1895. അതായത് 1895 ഒരു കേസാണിത്, മയോർ ഓഫ് ബ്രാഡ്ഫോർഡ് കോർപ്പറേഷൻ വേഴ്സസ് പിക്കിൾസിൻ്റെ. ഇതിൻ്റെ ഫാക്ട് എന്ന് പറയുമ്പോൾ ഡിഫൻഡൻറ്റ് ഹാഡ് എ പീസ് ഓഫ് ലാൻഡ് വിച്ച് ഹി ഓഫേർഡ് ടു ദ ബ്രാഡ്ഫോർഡ് കോർപ്പറേഷൻ ഫോർ സെയിൽ. The offer was not accepted. This infuriated the defendant. അതായത് ഈ ഡിഫൻഡൻറ്റിന് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു. ഈ വസ്തുവാണെങ്കിൽ ഈ ബ്രാഡ്ഫോർഡ് കോർപ്പറേഷനെ അയാൾ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ കോർപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇയാൾക്ക് ദേഷ്യം വന്നു. അപ്പം എന്താ, കോർപ്പറേഷൻ വാസ് സപ്ലൈയിങ് വാട്ടർ ടു എ വില്ലേജ് ഫ്രം വെൽ ഓൺ ഇറ്റ്സ് ഓൺ ലാൻഡ്. അപ്പം ഈ കോർപ്പറേഷന് സ്വന്തമായിട്ട് ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോർപ്പറേഷൻ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ വെൽ were fed by an underground stream passing underneath the land of the defendant, which was on a high level. The defendant began to dig deep on his own land. The underground water was thus collected by him on his own land and was prevented it from reaching the corporation's well. അതായത് ആ കിണറ്റിലേക്ക് വെള്ളം എത്തിയത് ഈ ഡിഫൻഡൻ്റ് ഉണ്ടല്ലോ, അയാൾ ഉടമയായ ഒരു ഉയർന്ന നിലയുള്ള ഒരു ഭൂമി ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ കൂടെ പോകുന്ന ഈ ഭൂഗർജലത്തിലൂടെ ആയിരുന്നു, എന്നുവെച്ചാൽ ഈ ഭൂഗർജലം അറിയത്തില്ല, ഈ തോട് പോലത്തെ അതിലൂടെയായിരുന്നു വെള്ളം എത്തിയത്. അപ്പം പ്രതി തൻ്റെ ഭൂമി ആഴത്തിൽ കുഴിക്കാൻ തുടങ്ങി. ഈ പ്രതിയുടെ ഉയർന്ന നിലയുള്ള ഭൂമി അയാൾ ആഴത്തിൽ കുഴിക്കാൻ തുടങ്ങി. അപ്പം ഇതിലൂടെ ഈ ഭൂഗർജലം ഉണ്ടല്ലോ പ്രതിയുടെ ഭൂമിയിലേക്ക് പോകുന്നത് അങ്ങ് തടഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ കോർപ്പറേഷൻ്റെ കിണറ്റിൽ വെള്ളം എത്താതായി. അപ്പം കോർപ്പറേഷൻ്റെ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല. The object of the defendant was to compel the corporation to buy his land at his own price. അപ്പം പ്രതിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ കോർപ്പറേഷൻ ഉണ്ടല്ലോ, ഈ ഡിഫൻഡൻറ്റ് പറയുന്ന റേറ്റിന് ഈ ഭൂമി വാങ്ങിക്കണം. അയാളുടെ ഉയർന്ന നിലയുള്ള ഭൂമി ഈ കോർപ്പറേഷൻ വാങ്ങിക്കണം. The corporation sued the defendant for an injunction to restrain him from digging in his land and for corporation. അപ്പോൾ അതായത് ഈ കോർപ്പറേഷൻ ആണെങ്കിൽ അതുകൊണ്ട് ഒരു കേസ് സ്യൂ ചെയ്ത് ഇയാളുടെ ഈ കാണിക്കുന്ന ഈ പരിപാടിക്കെല്ലാം വേണ്ടി. അടുത്തത്, ദ ഹൗസ് ഓഫ് ലോർഡ്സ് ഡിസ്മിസ്ഡ് ദ ആക്ഷൻ ബ്രോട്ട് ബൈ ദ കോർപ്പറേഷൻ ഹോൾഡിംഗ് ദാറ്റ് ദ ബാഡ് മോട്ടീവ് ഓഫ് ദ ഡിഫൻഡൻറ്റ് ഈസ് immaterial in considering whether his act is a legal wrong or not. അപ്പം ദ ഹൗസ് ഓഫ് ലോർഡ്സ് കമ്പനി ഈ ഫയൽ ചെയ്ത കേസുണ്ടല്ലോ തള്ളി. അപ്പം ഈ പ്രതിയുടെ വൈരാഗ്യം അവനെ ചെയ്ത പ്രവൃത്തി നിയമവിരുദ്ധമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാൻ പ്രാധാന്യമല്ല എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് അങ്ങ് തള്ളിപ്പോയി. എക്സെപ്ഷൻസ് ടു ദ ജനറൽ റൂൾ. There are certain exceptional circumstances under which the malice or evil motive become relevant in determining liability under the law of tort. അതായത് ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ ടോട്ട് ലോയിൽ ദുർദ്ദേശ പ്രേരണ പ്രസക്തമാകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്നാമത് ഇൻ ദ ടോട്ട് ഓഫ് ഡിസീൻ, കോൺസ്പിറസി, മലേഷ്യസ് പ്രോസിക്യൂഷൻ ആൻഡ് ഇഞ്ചുറിയസ് ഫോൾസ്ഹുഡ്
One of the essential to be proved by the plaintiff in malice on the part of the defendant. അതായത് വഞ്ചന, ചതിയുള്ള കൂട്ടുകെട്ട്, പിന്നെ ഈ ദുഷ്പ്രേരണയായ ഓരോ കേസുകളുണ്ടല്ലോ, പിന്നെ തെറ്റായ ആരോപണങ്ങൾ തുടങ്ങിയത് ഈ ടോട്ടിന് അണ്ടറിൽ വരുമ്പോൾ ഈ പ്രതിയുടെ ദുഷ്പ്രേരണ തെളിയിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തെന്ന് പറയുമ്പോൾ രണ്ടാമത്തത്, in a case of defamation, when qualified privilege or fair comment is pleaded as a defense, motive become relevant. അതായത് നിന്ദനക്കുറവുകളുടെ കേസ് വരുമ്പോഴത്തേക്ക് ഈ പ്രതി ക്വാളിഫൈഡ് പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു ഫെയർ കമൻറ്റ് എന്നതുപോലുള്ള പ്രതിരോധമുണ്ടെങ്കിൽ അപ്പോഴാണ് പ്രതിയുടെ ഉദ്ദേശം പ്രസക്തമാകുന്നത്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടോട്ട് ആൻഡ് ക്രൈം. ടോട്ടിനും ക്രൈമിനും ഇടയിലുള്ള ഡിഫറൻസ്. ടോട്ട് ഈസ് എ സിവിൽ റോങ് ആൻഡ് ദ റോങ് ഡുവർ ഈസ് ലയബിൾ ടു പേ കോമ്പൻസേഷൻ ടു ദ പ്ലെയിൻറ്റിഫ്. അതായത് ടോട്ട് എന്നത് ഒരു സിവിൽ നിയമലംഘനമാണ്. അപ്പോൾ തെറ്റ് ചെയ്തവൻ കോമ്പൻസേഷൻ കൊടുക്കണം. എ ക്രൈം ഇസ് ആൻ ആക്ട് ഓർ ഒമിഷൻ ഇൻ വയലേഷൻ ഓഫ് ലോ വിച്ച് പ്രിസ്ക്രൈബ് പണിഷ്മെൻറ്റ്. അതായത് ക്രൈം എന്നാൽ നിയമം ലംഘിച്ചിട്ടുള്ള തെറ്റാണ്, അതിനാൽ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടും. അതിപ്പം ചിലപ്പം മേ ബി ജയിൽ ശിക്ഷയാവാം, അല്ലെങ്കിൽ ചില സമയത്ത് റെയറസ്റ്റ് ഓഫ് ദ കേസിൽ പിഴയും ചുമത്താറുണ്ട്. അടുത്തത്, ദെയർ ഇസ് എ കോമൺ എലമെൻറ്റ് ഇൻ ബോത്ത് ടോട്ട് ആൻഡ് ക്രൈം, namely the violation of general duty which a person owes to the public. Expect the resemblance. There is a clear distinction between tort and crime. The following are the differences between tort and crime. അതായത് ടോട്ടിലും ക്രൈമിലും ഒരേപോലെ പാലിക്കപ്പെടുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അതായത് ഓരോരുത്തരും പൊതുജനങ്ങളോടുള്ള പൊതുവായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതാണ് ഈ രണ്ട് ടോട്ടിലും ക്രൈമിലും സാമ്യമുള്ള സംഭവം. അതായത് ഇത് മാത്രം ഒഴിവാക്കിയ ടോട്ടിലും ക്രൈമും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട്. അപ്പം ഒന്നാമത്തെന്ന് പറയുമ്പം ടോട്ട് ഈസ് കൺസിഡർഡ് ടു ബി എ പ്രൈവറ്റ് റോങ്. അതായത് ടോട്ട് വ്യക്തിക്ക് നേരെയുള്ളൊരു തെറ്റായ ആരോപണം ഉന്നയിക്കുമ്പോഴാണ് അത് ടോട്ടാവുന്നത്. പിന്നെ ക്രൈം ഈസ് കൺസിഡർഡ് ടു ബി എ പബ്ലിക് റോങ്. അതായത് ക്രൈം സമൂഹം മുഴുവൻ നേരെയുള്ള ഒരു തെറ്റാണ്. ഇൻ ദ കേസ് ഓഫ് ടോട്ട്, ദ അഗ്രീവ്ഡ് പേഴ്സൺ ഹിംസെൽഫ് ഹാസ് ടു ഫയൽ എ സ്യൂട്ട് ഇൻ ദ കേസ് ഓഫ് ക്രൈം. അതായത് ഈ ടോട്ട് സംഭവിച്ചാൽ നമ്മൾ ആ പ്ലെയിൻറ്റിഫ് കോടതിയിൽ തന്നെ പോയി കേസ് ഫയൽ ചെയ്യണം. പക്ഷേ ദ ക്രിമിനൽ കേസ് വരുമ്പോഴത്തേക്ക്, ഇൻ ദ കേസ് ഓഫ് എ ക്രൈം, ദ പ്രോസിക്യൂഷൻ proceedings against the accused are normally initiated at the instance of the state even though the victim is an individual. അതായത് ഈ ക്രിമിനൽ കേസ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ നമ്മളാണെങ്കിൽ ഈ സർക്കാർ തന്നെ കേസ് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് വിക്ടിം ഇൻഡിവിജ്വൽ ആണെങ്കിൽ തന്നെ സർക്കാർ ആ കേസ് നോക്കിക്കോളും. ഇനി മൂന്നാമത്തത്, ഇൻ ദ കേസ് ഓഫ് ടോട്ട്, ദ പ്ലെയിൻറ്റിഫ് ക്യാൻ കോംപ്രമൈസ് വിത്ത് ദ ഡിഫൻഡൻറ്റ് അറ്റ് എനി ടൈം ആൻഡ് വിഡ്രോ ദ സ്യൂട്ട്. എന്ന് വെച്ചാൽ ഈ ടോട്ട് കേസിൽ നമുക്ക് ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ആൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഡിഫൻഡൻറ്റുമായിട്ട് കോംപ്രമൈസ് ആയിട്ട് ആ കേസ് പിൻവലിക്കാം. പക്ഷേ ഈ ക്രിമിനൽ കേസിൽ ദ കേസ് ഓഫ് ദ ക്രൈം expectational cases law does not permit a settlement of criminal case between the wrongdoer and the aggrieved party. അതായത് ക്രിമിനൽ കേസിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ഈ പ്രതിയെ ആ അതിക്രമത്തിന് ഇരയായ വ്യക്തി, അപ്പം അവർ തമ്മിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നതല്ല. ഇനി നാലാമത്തെ, ഇൻ ദ കേസ് ഓഫ് ടോട്ട്, എൻഡ് ഓഫ് ദ ജസ്റ്റിസ് ആർ മെറ്റ് ബൈ അവാർഡിങ് കോമ്പൻസേഷൻ ടു ദ ഇഞ്ചേർഡ് പാർട്ടി. അപ്പോൾ ടോട്ട് കേസിൽ നഷ്ടം സംഭവിച്ചതിന് നഷ്ടപരിഹാരം കൊടുക്കുമ്പോഴാണ് നീതി നടപ്പിലാകുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ക്രൈം, ഓൺ ദ അതർ ഹാൻഡ്, ദ റോങ് ഡുവർ ഈസ് punished. The idea of awarding compensation to the injured party under civil law is to make good to loss suffered by him. The punishment under criminal law protects the society by preventing the offender from committing further offense and deterring him and other potential offenders from committing wrongs. അതായത് ഈ ക്രിമിനൽ കേസിൽ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുന്നത് സമൂഹത്തെ സംരക്ഷിക്കാനും ഇത്തരം കുറ്റകൃത്യങ്ങൾ വീണ്ടും നടത്താതിരിക്കാൻ വേണ്ടിയാണ് ഇവരെ ശിക്ഷിക്കുന്നത്. അടുത്തത്, ഇൻ ദ കേസ് ഓഫ് ക്രൈം, ദ ഡെത്ത് ഓഫ് ദ അക്യൂസ്ഡ് പുട്ട് ആൻ എൻഡ് ടു ദ പ്രോസിക്യൂഷൻ. അതായത് ഈ ക്രിമിനൽ കേസിനുള്ളല്ലോ പ്രതി മരിച്ചാൽ
ആ കേസിൻ്റെ അവസാനമായി. അപ്പം ഇനി ആ ചെയ്ത കുറ്റമുണ്ടല്ലോ അവരുടെ അടുത്ത അവകാശികളിലോട്ട് അത് പോകത്തില്ല. പക്ഷേ അതേപോലെ ക്രിമിനൽ ലയബിലിറ്റീസ് ഇസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ടു ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ഒഫൻഡർ. അതായത് ഈ ക്രിമിനൽ കേസ് ചെയ്ത ആളുടെ അടുത്ത വീട്ടുകാർക്കോ മക്കൾക്കോ അത് പോകത്തില്ല. പക്ഷേ എ ടോട്ട് ഫീസേഴ്സ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഹവർ ക്യാൻ ബി സ്യൂഡ് എക്സ്പെക്ട് വെൻ ദ ടോട്ട് ഈസ് ഡിഫോമേഷൻ, അസോൾട്ട് ഓർ പേഴ്സണൽ ഇഞ്ചുറി നോട്ട് കോസിങ് ഡെത്ത്. പക്ഷേ ഈ ടോട്ടിൻ്റെ കേസിൽ ഈ കുറ്റക്കാരൻ്റെ ഇപ്പം എന്നെ ഒരാൾ ചുമ്മാ വന്നപ്പോൾ എന്നെ അടിച്ച്, അപ്പോഴത്തേക്ക് അടിച്ചപ്പോൾ ഞാൻ കോമ്പൻസേഷൻ കോടതി കൊണ്ട് കൊടുത്തു. അപ്പം ഈ കോമ്പൻസേഷൻ വരുമ്പോൾ എനിക്ക് സ്നേഹമായിട്ട് ഇടയ്ക്ക് വെച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആരാണോ അപ്പം അയാൾക്ക് ആ കേസ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കോമ്പൻസേഷൻ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അതിന് സെക്ഷൻ 306 ഓഫ് ദ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടോട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അതിൻ്റെ ദ ഫോളോയിങ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ ഒന്നാമത്തത് ആസ് യൂഷ്വൽ ടോട്ട് ഇസ് എ സിവിൽ റോങ്. അപ്പം ടോട്ട് എന്നത് ഒരു സിവിൽ റോങ് ആണ്. പക്ഷേ കോൺട്രാക്ട് എന്ന് പറഞ്ഞത് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് റിസൾട്ട് ഫ്രം ദ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി അണ്ടർടേക്കൺ ബൈ ദ പാർട്ടീസ് ദംസെൽഫ്. അതായത് ഒരു കോൺട്രാക്റ്റ് ലംഘനം സംഭവിക്കുന്നത് എഗ്രിമെൻറ്റ് ഈ പറഞ്ഞിട്ട് അത് പാലിക്കാതിരിക്കുമ്പോഴാണ് ഈ കോൺട്രാക്റ്റ് ബ്രീച്ചായി പോകുന്നത്. പക്ഷേ എ ടോട്ട് ഓൺ ദ അതർ ഹാൻഡ് റിസൾട്ട് ഫ്രം ദ breach of such duties which are not undertaken by the parties themselves but which are imposed by law. അതായത് ഈ ടോട്ടിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സൺസ് തന്നെ സമ്മതിച്ച അതല്ലെങ്കിൽ ലോ അവകാശപ്പെടുന്ന ഡ്യൂട്ടി വയലേറ്റ് ചെയ്യണം, എങ്കിൽ അവിടെ ടോട്ടിന് ലംഘനം എടുത്തോളൂ. അടുത്തത് ഇൻ ടോട്ട് ദ ഡ്യൂട്ടി ഈസ് ഇമ്പോസ്ഡ് ബൈ ദ ലോ ആൻഡ് ഈസ് ഔഡ് ടു ദ പേഴ്സൺ ജനറലി. അതായത് ടോട്ടൽ ഡ്യൂട്ടി ഡിസൈഡ് ചെയ്യുന്ന ഇത് എല്ലാവരെയും ബാധിക്കപ്പെടും. അതായത് ടോട്ടൽ ഡ്യൂട്ടിയാണ് ഡിസൈഡ് ചെയ്യുന്നത്, അത് എല്ലാവർക്കും കൂടെ ബാധിക്കപ്പെടുന്ന ഡ്യൂട്ടിയാണ് ടോട്ടൽ ഡിസൈഡ് ചെയ്യുന്നത്. സച്ച് എ ഡ്യൂട്ടി ഈസ് കോൾഡ് ഡ്യൂട്ടി ഇൻ റം. ആ എല്ലാവർക്കും ബാധിക്കപ്പെടുന്ന ഡ്യൂട്ടീനെയാണ് പറയുന്നത് ഡ്യൂട്ടി ഇൻ റം. ഇൻ എ കോൺട്രാക്ട് ദ ഡ്യൂട്ടി ഈസ് സെൽഫ് ഇമ്പോസ്ഡ് ആൻഡ് അറൈസസ് ഫ്രം എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. പക്ഷേ ഈ കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റ് ചെയ്ത പേഴ്സൺ ഉണ്ടല്ലോ, അപ്പോൾ ആ പേഴ്സണോട് മാത്രമാണ് ഈ എഗ്രിമെൻ്റ് ഉള്ളത്. അപ്പം അവർ തമ്മിലുള്ള ഡ്യൂട്ടി, അപ്പോൾ ആ ഡ്യൂട്ടീനെ പറയുന്ന പേരാണ് ഡ്യൂട്ടി ഇൻ പേഴ്സൺ, അങ്ങനെയാണ് ഇതിനറിയപ്പെടുന്നത്. അടുത്തത് ഇൻ കോൺട്രാക്ട് ദ പാർട്ടീസ് മേ ഫിക്സ് ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ബൈ എഗ്രിമെൻറ്റ്. അതായത് ഈ കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ് എന്തായാലും കാണുമല്ലോ, അപ്പോൾ എയും ബിയും. അപ്പോൾ അവർ മുമ്പേ തന്നെ ഇത് കോൺട്രാക്റ്റ് ബ്രീച്ചായി പോയാൽ ഇപ്പം അവർക്ക് ആ കോമ്പൻസേഷൻ കൊടുക്കണമല്ലോ, അത് എത്ര വേണമെന്ന് വെച്ചാൽ എമൗണ്ട് ഉൾപ്പെടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. അതിന് പറയും സച്ച് ഡാമേജ് ഇസ് കോൾഡ് ലിക്വിഡേറ്റഡ് ഡാമേജ്. ഇതിനെയാണ് പറയുന്നത് ലിക്വിഡേറ്റഡ് ഡാമേജ്. പക്ഷേ ടോട്ടിൻ്റെ കാര്യത്തിൽ ഇൻ ടോട്ട് ഡാമേജസ് ആർ ഓൾവേസ് അൺലിക്വിഡേറ്റഡ് ആൻഡ് ദ എമൗണ്ട് പേബിൾ ബൈ വേ ഓഫ് കോമ്പൻസേഷൻ ഇസ് നോട്ട് predetermined and the court is at liberty to award such sum at its decision as it think just. അതായത് ടോട്ടൽ കോമ്പൻസേഷൻ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യില്ല, അപ്പം അതിനാൽ അതിനെ പറയുന്നതാണ് ലിക്വിഡേറ്റഡ് ഡാമേജ്. അപ്പം ഈ ടോട്ടൽ കോമ്പൻസേഷൻ ഡിസൈഡ് ചെയ്യുന്നത് കോടതിയാണ്.